കൗണ്ടബിളി സബ് അഡിറ്റീവ് പ്രോപ്പർട്ടി. കൗണ്ടബിളി സബ് അഡിറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ നമുക്കതൊരു തിയറായിട്ട് പറയാം. ഫോർ എനി സീക്വൻസ് ഓഫ് സെറ്റ്സ് ഇ ഐ എം സ്റ്റാർ ഓഫ് യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity ഇ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity എം സ്റ്റാർ ഓഫ് ഇ ഐ. അതായത് ഈ ഇ ഐ, അതായത് E1, E2, E3 അങ്ങനെയുള്ള സെറ്റുകൾ, ഓക്കെ, അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ ആ യൂണിയൻ എടുത്തു, ആ യൂണിയനിൻ്റെ മെഷർ എടുക്കുന്നു, ആ യൂണിയൻ്റെ ഔട്ടർ മെഷർ എടുക്കുമ്പോൾ അതെന്ന് പറയുന്നത്, അതായത് യൂണിയൻ്റെ ഔട്ടർ മെഷർ ഓഫ് ദാറ്റ് യൂണിയൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് ദ മെഷേഴ്സ്. അതായത് എം സ്റ്റാർ ഓഫ് E1, എം സ്റ്റാർ ഓഫ് E2, എം സ്റ്റാർ ഓഫ് E3 അങ്ങനെ ഓരോ മെഷർ, ഔട്ടർ മെഷർ എടുക്കുന്നതിൻ്റെ ആ ഔട്ടർ മെഷറുകളുടെ സമ്മ്, അതാണ് RHS. അപ്പോൾ മെഷർ ഓഫ് യൂണിയൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് മെഷേഴ്സ് ആയിരിക്കും. അതാണ് കൗണ്ടബിളി സബ് അഡിറ്റീവ് പ്രോപ്പർട്ടി. എം സ്റ്റാർ ഓഫ് യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity ഇ ഐ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity എം സ്റ്റാർ ഓഫ് ഇ ഐ. മെഷർ ഓഫ് ദ യൂണിയൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ സം ഓഫ് ദ മെഷേഴ്സ്. അതാണ് കൗണ്ടബിളി സബ് അഡിറ്റീവ് പ്രോപ്പർട്ടി. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ സെറ്റ്സ് ഉണ്ട്, നമുക്കറിയാം E1, E2, E3 അതെല്ലാം സെറ്റ്സ് ആണ്. അപ്പോൾ ഫോർ ഐ ഈക്വൽ ടു 1 to infinity ഇ ഐ, E1 ഐക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ ഐ ഈക്വൽ ടു 1 കൊടുത്താൽ E1, E2 അങ്ങനെ സെറ്റ്സുകൾ. അപ്പോൾ സപ്പോസ് ഇ ഐക്ക് ഇൻഫൈനൈറ്റ് മെഷർ ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എം സ്റ്റാർ ഓഫ് ഇ ഐ ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും, ആണല്ലോ. അപ്പോൾ ഇ ഐ എന്ന് പറയുന്നത് ഈ ഇ ഐക്കകത്തുള്ള ഏതെങ്കിലും ഒരു സെറ്റ്സിന് ഇൻഫൈനൈറ്റ് മെഷർ ആണെങ്കിൽ അതിൻ്റെ ഔട്ടർ മെഷർ എം സ്റ്റാർ ഓഫ് ഇ ഐ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഇൻഫിനിറ്റി ആണെങ്കിലുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ റിസൾട്ട് സ്വാഭാവികമായിട്ടും ഹോൾഡ് ചെയ്യും. എം സ്റ്റാർ ഓഫ് യൂണിയൻ ഈക്വൽ ടു 1 to infinity എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് ചെയ്യുക ഇൻഫിനിറ്റി അല്ല, അതായത് ഫൈനൈറ്റ് സെറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എം സ്റ്റാർ ഓഫ് ഇ ഐ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. നമ്മൾ അസ്യൂം ചെയ്യുന്നു എം സ്റ്റാർ ഓഫ് ഇ ഐ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റ്, അതായത് ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exist ij such that j equal to 1, 2, 3 etc. അങ്ങനെയാണെങ്കിൽ ഈ ഇ ഐ എന്ന് പറയുന്ന സെറ്റിൻ്റെ കളക്ഷൻ സബ്സെറ്റ് ഓഫ് യൂണിയൻ ജെ ഈക്വൽ ടു 1 to infinity ഐ ജെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഔട്ടർ മെഷറിൻ്റെ ഔട്ടർ മെഷറിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? എം സ്റ്റാർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം സിഗ്മ എൽ ഓഫ് ഐ എൻ ആൻഡ് എ ഈസ് സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ. അപ്പോൾ ഇ ഐ സബ്സെറ്റ് ഓഫ് യൂണിയൻ ജെ ഈക്വൽ ടു 1 to infinity ഐ ജെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഇത് വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? എം സ്റ്റാർ ഓഫ് ഇ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെഴുതാം? സിഗ്മ ജെ ഈക്വൽ ടു 1 to infinity എൽ ഓഫ് ഐ ജെ. ഞാനിനി ഈ ഒരു ഇനീക്വാളിറ്റി തിരിക്കാൻ വേണ്ടി ഈ RHSൽ ഒരു -ε/2 എന്ന് പറയുന്നൊരു ടേം സബ്ട്രാക്ട് ചെയ്യുക. കാരണം ഈ ഒരു ടേമിൽ നിന്ന് ഞാൻ -ε/2 എന്ന് പറയുന്നൊരു ടേം കുറയ്ക്കുമ്പോൾ ഈ LHS കിടക്കുന്ന വാല്യൂ വലിയ വാല്യൂ ആയിട്ട് മാറും. സോ അത് LHS കിടക്കുന്ന വാല്യൂവിനെ വലുതാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ എങ്ങനെ എഴുതാം? എൽ ഓഫ് ഐ ജെ -ε/2 ഇതിനെ ഞാൻ ഇക്വേഷൻ അപ്പോൾ 1 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇ ഐ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് യൂണിയൻ ജെ ഈക്വൽ ടു 1 to infinity ഐ ജെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ യൂണിയൻ അപ്ലൈ ചെയ്യും. യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity ഇ ഐ ഓരോ സെറ്റുകളിൽ. ഇനി അത് ഓരോന്നും അല്ലായിരുന്നു, ഓരോ സെറ്റുകളല്ലായിരുന്നു, E1, E2 അങ്ങനെ. അപ്പോൾ അതിൻ്റെ യൂണിയൻ എടുക്കുന്നു, വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity യൂണിയൻ ജെ ഈക്വൽ ടു 1 to infinity ഐ ജെ. ഓക്കെ, അങ്ങനെ എഴുതാമല്ലോ. ഇനി
ഇനി അടുത്ത എം സ്റ്റാർ ഓഫ് ഇട്ട് കൊടുക്കുന്നു. എം സ്റ്റാർ ഓഫ് ഇടുമ്പോൾ എങ്ങനെ വരും? ഔട്ടർ മെഷർ കാണുമ്പം എം സ്റ്റാർ ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to infinity സിഗ്മ ജെ ഈക്വൽ ടു 1 to infinity ഐ എൽ ഓഫ് ഐ ഐ ജെ. നമുക്കങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഔട്ടർ മെഷർ എഴുതി. അതെങ്ങനെയാണ് എഴുതിയെന്ന് വെച്ചാൽ നമ്മൾ മുന്നേയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഔട്ടർ മെഷറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എം സ്റ്റാർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം സിഗ്മ ഔട്ടർ മെഷർ ഇസ് ഈക്വൽ ടു ഇൻഫിമം ലെസ് സിഗ്മ എൽ ഓഫ് ഐ എൻ. അപ്പോൾ എം സ്റ്റാർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എൽ ഓഫ് ഐ എൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എഴുതി. ഇത് സബ്സെറ്റ് ഓഫ് ഇതാണ് എ സബ്സെറ്റ് ഓഫ്. പിന്നെ നമുക്കൊരു പ്രോപ്പർട്ടി അറിയാം, എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി ആയിരിക്കും. സോ നമ്മൾ ഇത്ര എഴുതി. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1ൻ്റെ അകത്തുനിന്ന് ഈ ഒരു ടേം അവിടെ ഇട്ടിട്ട് ഇത് അപ്പുറത്ത് കൊണ്ടുപോയാൽ ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇതിലുണ്ടല്ലോ. സോ ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ കിടക്കുന്ന ടേം എഴുതും. അതായത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity എം സ്റ്റാർ ഓഫ് ഇ ഐ പ്ലസ് എപ്സിലോൺ ബൈ 2 raised to i. ഓക്കെ, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഞാൻ അങ്ങനെ എഴുതി. അതായത് ഈ ബൈ 2 എന്ന് പറയുന്നത് ഇ ബൈ 2 raised to i എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. ഇതെന്ന് പറഞ്ഞത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഇ ഐ പ്ലസ് എപ്സിലോൺ ബൈ 2 ആണ്. അപ്പോൾ ഈ ഒരു ടൈമിനെ ഞാൻ റീപ്ലേസ് ചെയ്ത് ഒന്നിൽ നിന്നും ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. സോ ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയെ നിഗ്ലക്റ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെ എഴുതാം? എം സ്റ്റാർ ഓഫ് യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity ഇ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity എം സ്റ്റാർ ഓഫ് ഇ ഐ. അതെല്ലാവരും നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? അതായത് ഏതൊരു സീക്വൻസ് ഓഫ് സെറ്റ്സ് ഇ എ എടുത്താലും അതിൻ്റെ യൂണിയൻ്റെ മെഷർ ഔട്ടർ മെഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് ദാറ്റ് മെഷേഴ്സ് ആയിരിക്കുമെന്ന്. അതാണ് നമുക്ക് കിട്ടി. അത് നമ്മൾ പ്രൂവ് ചെയ്തു. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ആദ്യം ഈ സെറ്റ്സ് ഇ ഐക്കകത്തുള്ള ഏതെങ്കിലും ഒരു സെറ്റ് ഇൻഫൈനൈറ്റ് മെഷറാണ്. ഇൻഫൈനൈറ്റ് മെഷർ ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് ഇ ഐ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. സോ റിസൾട്ട് ഹോൾഡ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അസ്യൂം ചെയ്തു ഈ ഔട്ടർ മെഷർ എന്ന് പറയുന്നത് എം സ്റ്റാർ ഓഫ് ഇ ഐയുടെ ഔട്ടർ മെഷർ എം സ്റ്റാർ ഓഫ് ഇ ഐ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഫൈനൈറ്റ് സെറ്റ്സ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെയർ എക്സിസ്റ്റ് ഐ ജെ എന്ന് പറയുന്ന ഇൻ്റർവെൽ എക്സിസ്റ്റ് ചെയ്യും. സച്ച് ദാറ്റ് ഈ ഇ ഐ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് യൂണിയൻ ജെ ഈക്വൽ ടു 1 to infinity ഐ ജെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ടർ മെഷർ എങ്ങനെ എഴുതാം? എം സ്റ്റാർ ഓഫ് നമുക്കറിയാം, നമുക്ക് ഔട്ടർ മെഷറിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് നമുക്ക് എം സ്റ്റാർ ഓഫ് ഇ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 1 to infinity എൽ ഓഫ് ഐ ജെ എന്ന് എഴുതാം. അവിടെ നിന്ന് ഞാൻ ഇൻഇക്വാളിറ്റി തിരിച്ചു. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അവിടെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി എപ്സിലോൺ കൊണ്ടുവന്നിട്ടാണ് ഇൻഇക്വാളിറ്റി ചേഞ്ച് ചെയ്തത്. പിന്നെ ഈ ഇ ഐ എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് യൂണിയൻ ജെ ഈക്വൽ ടു 1 to infinity ഐ ആണെന്നറിയാം. പിന്നെ അതിന് യൂണിയൻ എടുത്തു, സെറ്റ്സിൻ്റെ യൂണിയൻ എടുത്ത് എഴുതി. പിന്നെ ഔട്ടർ മെഷർ, അവിടെ നിന്ന് നമുക്ക് ഔട്ടർ മെഷർ എഴുതാം. അപ്പോൾ ഔട്ടർ മെഷറിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്കത് എഴുതി. അവിടെ നിന്ന് നമ്മൾ ഈ ടേമിനെ റീപ്ലേസ് ചെയ്ത് ഒന്നിൽ നിന്നും ഈ ടേമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ടൈം എഴുതി. എപ്സിലോൺ എന്ന് പറയുന്നത് വളരെ സ്മോൾ ക്വാണ്ടിറ്റി ആണ്. സോ അതിനെ ഞാൻ നിഗ്ലക്റ്റ് ചെയ്തു. ബാക്കിയുള്ളത് അതേപോലെ എഴുതി. അപ്പോൾ എം സ്റ്റാർ ഓഫ് യൂണിയൻ ഐ ഈക്വൽ ടു 1 to infinity ഇ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity എം സ്റ്റാർ ഓഫ് ഇ ഐ. അതാണ് കിട്ടിയത്. ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഈ എം സ്റ്റാർ ഓഫ്, അതായത് ഈ യൂണിയൻ്റെ മെഷറുകൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷേഴ്സിൻ്റെ സമ്മാണ് എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടീനെ പറയുന്നതാണ് കൗണ്ടബിളി സബ്അഡിറ്റീവ് പ്രോപ്പർട്ടി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് ഇഫ് എ ഈസ് കൗണ്ടബിൾ ദെൻ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു 0. അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് എ, അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ആ സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ ആ കൗണ്ടബിൾ സെറ്റിൻ്റെ ഔട്ടർ മെഷർ, ലെബേഗ് ഔട്ടർ മെഷർ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
എയിനെ ഒരു കൗണ്ടബിൾ യൂണിയൻ ഓഫ് സിംഗിൾട്ടൺ സെറ്റ്സ് വെച്ചിട്ട് കവർ ചെയ്യാമല്ലോ. സോ അങ്ങനെ കവർ ചെയ്യുവാണെങ്കിൽ അതെന്ന് അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ എ. സോ എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ സച്ച് ദാറ്റ് സെറ്റ് എക്സ് ഐ, അതായത് എ എന്ന് പറയുന്നത് കൗണ്ടബിൾ സെറ്റാണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ എ ക്യാൻ ബി കവേർഡ് ബൈ കൗണ്ടബിൾ യൂണിയൻ ഓഫ് സിംഗിൾട്ടൺ സെറ്റ്സ് എക്സ് ഐ. സോ നമുക്ക് ഡെഫിനിഷൻ അനുസരിച്ചിട്ട് എങ്ങനെ എഴുതാം? ലെബേക്ക് ഓട്ടോമേഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എന്ത് പറയാം? എം സ്റ്റാർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ എം സ്റ്റാർ ഓഫ് സിംഗിൾട്ടൺ സെറ്റ് എക്സ് ഐ എന്ന് പറയാം. കാരണം നമ്മുടെ ലെബേക്ക് ഔട്ടർ മെഷറിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? എ എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ ഔട്ടർ മെഷറാണ് എം സ്റ്റാർ ഓഫ് എ. ലെബേക്ക് ഔട്ടർ മെഷറാണ് എം സ്റ്റാർ ഓഫ് എ എങ്കിൽ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു ഇൻഫിമം സിഗ്മ എൽ ഓഫ് ഐ എൻ ആയിരിക്കും. അവിടെ ഒരു കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഇൻ്റർവെൽസ് ഉണ്ടാവും IN. ആ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഇൻ്റർവെൽസിൻ്റെ ലെങ്ത് ആണ് എടുക്കുന്നത് നമ്മൾ. സച്ച് ദാറ്റ് ഈ എ സബ്സെറ്റ് ഓഫ് യൂണിയൻ IN ആയിരിക്കും. അതായിരുന്നല്ലോ ഡെഫിനിഷൻ. സോ എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ സിംഗിൾട്ടൺ സെറ്റ് എക്സ് ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ എം സ്റ്റാർ ഓഫ് എക്സ് ഐ നമുക്ക് എഴുതാം. ഇനി ഈ സിംഗിൾട്ടൺ സെറ്റ് എക്സ് ആവുമ്പം എക്സ് ആയതുകൊണ്ട് തന്നെ ഈ എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം? എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, അതായത് ഇഫ് എ ഈസ് എ കൗണ്ടബിൾ സെറ്റ് ദെൻ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. സോ എ ക്യാൻ ബി കവേർഡ് ബൈ എ കൗണ്ടബിൾ യൂണിയൻ ഓഫ് സിംഗിൾട്ടൺ സെറ്റ്സ് എക്സ് ഐ. അപ്പോൾ x1, x2, x3 അങ്ങനെയുള്ള സിംഗിൾട്ടൺ സെറ്റ്സിൻ്റെ യൂണിയൻ ആയിരിക്കും. യൂണിയൻ എയിനെ കവർ ചെയ്യും. സോ എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ സെറ്റ് ഓഫ് ഓൾ എക്സ് ഐ. സോ ലെബേക്ക് ഓട്ടോമേഷൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എം സ്റ്റാർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ എം സ്റ്റാർ ഓഫ് എക്സ് ഐ എന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് എന്താ? ഇതെന്ന് പറയുന്നത് 0 ആണ്. ലെങ്ത് ഇല്ലല്ലോ, ലെങ്ത് 0 ആണ്. ഇൻഫിമം ഓഫ് ദാറ്റ് ലെങ്ത് ഔട്ടർ മെഷർ ദാറ്റ് ഈസ് ഓൾസോ 0. ദെയർഫോർ എം സ്റ്റാർ ഓഫ് RHS 0 ആവും. അപ്പോൾ എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അവിടുന്ന് എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇഫ് എ ഈസ് കൗണ്ടബിൾ ദെൻ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു 0. അത്രയുള്ള ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, പ്രൂവ് ദാറ്റ് ദ സെറ്റ് ക്ലോസ്ഡ് 0, 1 ഈസ് നോട്ട് കൗണ്ടബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ആദ്യമേ ഒരു കോൺട്രഡിക്ഷൻ വഴി ചെയ്യാൻ പോവാണ് ഈ ക്വസ്റ്റ്യൻ. സോ അസ്യൂം ക്ലോസ്ഡ് 0, 1 ഈസ് കൗണ്ടബിൾ. നമുക്ക് കൗണ്ടബിൾ അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി കൗണ്ടബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. എന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് കോൺട്രഡിക്ഷൻ വന്ന് കൗണ്ടബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. സോ അസ്യൂം ക്ലോസ്ഡ് 0, 1 ഈസ് കൗണ്ടബിൾ. ഇത് കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എം സ്റ്റാർ ഓഫ് 0, 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ക്വസ്റ്റ്യൻ വെച്ചിട്ട് എം സ്റ്റാർ ഓഫ് ക്ലോസ്ഡ് 0, 1 എന്ന് പറഞ്ഞാൽ 0 എന്ന് എഴുതാം. പക്ഷേ നമുക്കറിയാം ഏതൊരു ഇൻ്റർവെൽ എടുത്താലും ആ ഇൻ്റർവെൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നല്ലോ, ലെബേക്ക് ഔട്ടർ മെഷർ ഓഫ് എനി ഇൻ്റർവെൽ ഈക്വൽസ് ഇറ്റ്സ് ലെങ്ത് എന്ന് പഠിച്ചിട്ടുണ്ട്, മുന്നത്തെ വീഡിയോയിൽ പഠിച്ചായിരുന്നു. സോ അത് വെച്ചിട്ട് നമുക്ക് ഈ എം സ്റ്റാർ ഓഫ് 0, 1 എന്ന് പറഞ്ഞാൽ ഫൈനൽ പോയിൻറ്റ് മൈനസ് ഇനിഷ്യൽ പോയിൻറ്റ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടിയത്. എം സ്റ്റാർ ഓഫ് 0, 1 ഈക്വൽ ടു 1 എന്നാണ് കിട്ടിയത്. പക്ഷേ നമ്മൾ 0, 1 കൗണ്ടബിൾ ആണെന്ന് അസ്യൂം ചെയ്തു. കൗണ്ടബിൾ ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് 0, 1 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പഠിച്ചു. പക്ഷേ നമുക്കറിയാം എം സ്റ്റാർ ഓഫ് 0, 1 എന്ന് വെച്ചാൽ ജനറലി ഈക്വൽസ് ടു ഇറ്റ്സ് ലെങ്ത് ദാറ്റ് ഈസ് ഫൈനൽ പോയിൻറ്റ് മൈനസ് ഇനിഷ്യൽ പോയിൻറ്റ് 1 മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 1. പക്ഷേ അതൊരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. കോൺട്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയത് എം സ്റ്റാർ ഓഫ് 0, 1 1 ആണ്. പക്ഷേ നമ്മൾ 0, 1 കൗണ്ടബിൾ ആണെന്ന് എടുത്താൽ എം സ്റ്റാർ ഓഫ് 0, 1 0 ആയിരിക്കും. സോ നമ്മൾ എടുത്ത അസംഷൻ തെറ്റാണ്. Our assumption is wrong. Therefore, closed 0, 1 is not countable. ഈസിയാണ് പ്രൂവ് ചെയ്യാനായിട്ട്.
പ്രൂവ് ദാറ്റ് സെറ്റ് 0 1 ഈസ് നോട്ട് കൗണ്ടബിൾ. നോട്ട് കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ 0 1 കൗണ്ടബിൾ ആണെന്ന് അസ്യൂം ചെയ്തു. കൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ ഔട്ടർ മെഷർ ഈക്വൽ ടു 0 ആയിരിക്കും. പക്ഷേ നമുക്കറിയാം ഔട്ടർ മെഷർ ഓഫ് ആൻ ഇൻ്റർവൽ ഈക്വൽ ടു ഇറ്റ്സ് ലെങ്ത്. ദെയർഫോർ എം സ്റ്റാർ ഓഫ് 0 1 ഈക്വൽ ടു 1 മൈനസ് 0 ഫൈനൽ മൈനസ് ഇനിഷ്യൽ പോയിൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. സോ അവർ അസംഷൻ ഈസ് റോങ്. നമ്മൾ അസ്യൂം ചെയ്തത് ഇതായിരുന്നു. നമ്മുടെ ഈ അസംഷൻ തെറ്റാണ്. സോ സെറ്റ് 0 1 ഈസ് നോട്ട് കൗണ്ടബിൾ.